ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ കാലമായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇടാന്ന്. ബിക്കോസ് ഐ എം വെരി ഹാപ്പി ടുഡേ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഇന്നലെ ഞാനൊരു 12 മണിക്ക് കിടന്നുറങ്ങാൻ നോക്കിയതാണ് ഗൈസ്. എനിക്ക് ഇതുവരെ ഉറക്കം വന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 3 മണിയായി. ഉറക്കം വരുന്നേ ഇല്ല. ഐ ഹാവ് ട്രൈഡ് എ ലോട്ട്, ബട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എത്ര എക്സൈറ്റഡ്, എന്തുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തതെന്ന്. നിങ്ങൾ ദിലുവിൻ്റെയും ചിന്നുവിൻ്റെയൊക്കെ സ്റ്റോറീസ് കണ്ടിട്ടുണ്ടാവും. അവർ രണ്ടുപേരും UK വരികയാണ്. ഞാൻ ഈ ഒരു ഡേക്ക് വേണ്ടി കുറേ ദിവസമായി വെയിറ്റ് ചെയ്യണു. ഞാൻ കൗണ്ട് ചെയ്തിരിക്കുക എപ്പോൾ വരുമെന്ന്. സോ ഇതാണ് അവരോട് വരുന്നത്. അപ്പോൾ എനിക്ക് ഹീത്രൂ എയർപോർട്ടിൽ പോകണം. അവർ 6 o'clock ലാൻഡ് ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ വെയിൽസിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2.5 hours ജേർണിയാണ്. അപ്പം ട്രാവൽ ചെയ്യണം. അപ്പം ഞാനിപ്പം എന്താ പറയുക, റെഡി ആയിട്ട് അവരെ പിക്ക് ചെയ്യാൻ പോവാണ്. വെരി എക്സൈറ്റഡ് ഗൈസ്. അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ബിക്കോസ് ഐ ആം ഗോയിങ് ടു സീ മൈ സിസ്റ്റേഴ്സ്. അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഓക്കെ, സോ നമുക്ക് അവരെ കാണാൻ പോവാം. ഓക്കെ, കം ഓൺ. അങ്ങനെ ഞാൻ റെഡിയായി എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുൾ സെറ്റാണ്. എന്ത് ഹലോ, വിചാരിച്ച പോലെയൊക്കെ ഉണ്ടോ UK? ഇല്ല. സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ വീഡിയോ ഓഫാക്കാം. അങ്ങനെ എൻ്റെ ചേച്ചിമാരിതാ ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. എന്താ പറയാൻ ചേച്ചി വന്നിട്ട് സന്തോഷത്തിൽ എന്താ പറയാനുള്ളത്? വലിയ സന്തോഷമൊന്നുമില്ല എനിക്ക്. ഗൈസ്, ഇനി ഞങ്ങളുടെ ആർമാദമാണ്. ആർമാദം ഇവിടെ ഇല്ല, വീട്ടിലിരിക്കും നമ്മള്. കൊണ്ടുവന്ന എന്താ ഒന്നുമില്ല, എന്താ വാക്ക് സംസാരിച്ചു ഉടനെ വീഡിയോ ഓൺ ആയി. ഫുള്ള് ബ്ലോഗിംഗ് ആണ്. മതി എല്ലാവർക്കും ബ്ലോഗില്. അതെന്താ വെച്ചാ പൊട്ടത്തരം ഞങ്ങക്ക് വേറെ ഇവിടെ കിട്ടും. സോ ഗൈസ്, ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അനിയത്തി പെട്ടിക്ക് ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എൻ്റെ അനിയത്തി കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ അവളത് പെട്ടി തുറക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എൻ്റെ ചേച്ചിട്ടൊക്കെ അച്ചാറുണ്ട്, പിന്നെ കുറേ ബേക്കറി ഐറ്റംസും കുറേ കഴിക്കുന്ന ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയത്തി ഇത് തുറന്ന് നോക്കാൻ പോവാം. അങ്ങനെ ഗൈസ്, ഞാൻ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ്. എനിക്ക് പെട്ടി പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ മുമ്പ് ഒരു ദുബായ് പെട്ടി ഞാൻ പൊട്ടിച്ചതാണ്. ഇതിപ്പോ പൊട്ടിക്കാൻ പോവാണ്. കേരള പൊട്ടി. എന്തൊക്കെ ഇതിലുണ്ട് നോക്കാം. എന്റെ അച്ചപ്പം എന്തൊക്കെ കൊണ്ടുവന്നോ ഇല്ലയോ നോക്കട്ടെ. അല്ലെങ്കിൽ 2 ഇപ്പൊ തന്നെ തിരിച്ച് പറഞ്ഞേക്കും. വെയിറ്റ് ഉണ്ടല്ലോ. മക്കളെ, ഇതിൽ എന്റെ ഗിഫ്റ്റ് വല്ലതുണ്ടോ? ബർത്ത്ഡേ ഗിഫ്റ്റ്? അയ്യോ, ഉണ്ട്. അന്ന് നീ ഫുള്ള് തുറക്കണ്ട. തുറക്കുമ്പോ തന്നെ ചാൻചടൻ എല്ലാം വലിച്ചു വരിയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ അച്ചാറ് ഫുള്ള് എടുത്തോ. ഇതൊക്കെ സൂരജിന്റെ ഒക്കെയാ. ഇത് സൂരജിന്റെ. അതൊക്കെ സൂരജ് ഓർഡർ ചെയ്തോ? ഇതെന്താ? അത് ഇടിയിറച്ചി. ഓ, ഇടിയിറച്ചി ഗൈസ്. ഇതെന്റെ മെയിൻ ഐറ്റം. കോഴിയുടെ ചിക്കൻ അല്ലേ ചിന്ന? ആണോ? സാരിയില്ലല്ലോ, എനിക്ക് സങ്കടമില്ല, എനിക്ക് സന്തോഷമില്ല. ഒന്ന് ഇങ്ങോട്ട് പാസ്. ഗിവ് മീ വൺ. നിന്റെ ഭയങ്കര അടുപ്പിച്ചുള്ള ഷോട്ടാണ് ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. തീറ്റി കഴിഞ്ഞെങ്കിൽ അടുത്തതെടുത്തോളൂ. ഉമ്മപ്പ ഇത് എന്റെ ചിന്നുന്റെ സ്പെഷ്യലാണ് ഗൈസ്. അത് അവിടെ ഇവിടെ മാങ്ങ അച്ചാർ, ബീഫ് അച്ചാർ.
അടിപൊളിയാണ്. ചിന്നുണ്ട് അച്ചാറിന്റെ കടത്തിൽ കാര്യമില്ല. അത്രയും അടിപൊളിയായിട്ട് ചിന്നു അച്ചാറുണ്ടാക്കും. ഇത് എന്റെ ഏട്ടന്റെ സ്വന്തം ഷോപ്പിലെ പ്രമീള ബേക്കറിയിലെ ചിപ്സ്. അത് നല്ല ടേസ്റ്റാണ്. ഇത് എന്റെ ഏട്ടന്റെ സ്വന്തം ഷോപ്പിലെ ഇത് ക്രീം ബൺ. കുറച്ച് ഐറ്റംസ് മറ്റേ പെട്ടിയിലുള്ള അത് തുറക്കാം. ഇത് എന്റെ ഫേവറേറ്റാ. എനിക്ക് ക്രീം ബണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കുറെ ക്രീം ബണ്ണ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ പ്രമീള ബേക്കറിലെ ക്രീം ബണ്ണിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്രീ പ്രൊമോഷൻ. നല്ല ഞാൻ സത്യമല്ല. ഒരു കോഴിയുടെ എന്നാ ടേസ്റ്റാ കോഴിയെടുക്ക്. പാലക്കാട് സ്മെല്ലുണ്ട്. ഇങ്ങോട്ട് തോന്നോ ഇത് വെച്ചിരുന്ന ഇത് ബീഫല്ല. തന്നോ. നല്ല പെണ്ണ അവിടുത്തെ. അവിടുത്തെ ക്രീമിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഞാനെങ്കിലും ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുമ്പോൾ എന്താ പറയുക നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എപ്പോഴും കൊണ്ടുപോയി ഈ ക്രീം തന്നെ. ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറെ കാലം ഞങ്ങൾ അങ്ങനെ കഴിക്കും. പാലിൽ മുക്കി തിന്നും. ഇത് ഞങ്ങളുടെ എന്റെ ഫേവറേറ്റ് മുട്ട മിക്സ്ചർ, ദാൽ മിക്സ്ചർ, യെല്ലോ കളർ മിക്സ്ചർ. ഇതും പ്രമീള ബേക്കറിയില ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത സാധനം ഇത്. മോളെ ഇതിലൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ അച്ചാറിലെ. അപ്പൊ അച്ചാറിന്റെ ടേസ്റ്റ് കൂടെ മിക്സ് ആവട്ടെ. എങ്ങാനും ചിന്നുന്റെ അച്ചാർ ഫ്ലോപ്പ് ആവാണെങ്കിൽ നിനക്ക് യൂസ് ചെയ്യല. അതുകൊണ്ടാ. അതൊരിക്കലും എന്റെ ചേച്ചിന്റെ അച്ചാർ ഫ്ലോപ്പ് ആവില്ല. പ്രോ ആണ് അതിന്. അച്ചാർ കമ്പനി തന്നെ. ഇതെന്തൊക്കെയുണ്ട് ചിന്ന? നെല്ലിക്കയും ഗാർലിക്കും. നെല്ലിക്കയും ഗാർലിക്കും അച്ചാറ്. ഇനി ശേഖുന് കറിയൊന്നും ഉണ്ടാക്കണ്ട അല്ലേ? ഇടിയിറക്കിയും കുഴച്ച് ചോറുണ്ണ. വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ. ഇത് നമ്പൂതിരി ചേച്ചി ഉണ്ടായിരുന്നു. എനിക്ക് ഇവിടുത്തെ പേസ്റ്റ് ഇഷ്ടമല്ല. ആണോ? എനിക്ക് ഇവിടുത്തെ പേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇറക്കി മതി ചെയ്യിപ്പിച്ചതാണ് ഗൈസ്. ചിന്ന സൂരജിന് ഭയങ്കര ഷൂവാണ്. കളഞ്ഞാ നൈസ്, നല്ല രസം. ഞാൻ വാങ്ങിച്ചതാ. എനിക്ക് ഈ ബോഡി മിസ്റ്റ് ഭയങ്കര ഇഷ്ടം. പോർട്ടുഗലിന്റെ അല്ലേ? ഇതിന്റെ പിങ്കും ഉണ്ട്. നല്ല സ്മെല്ലാ. നല്ല എന്താ പറയാ, വിലയോ തുച്ഛം ഗുണമോ മെച്ചം. ഇതെന്താ? ഇത് എഗൈൻ മുട്ട മിക്സ്ചർ. ഇത് എഗൈൻ എന്തോ ഒരു മിക്സ്ചർ. ഷോപ്പിലെ ഫേമസ് മിക്സ്ചർ അതുണ്ടോ? അതുണ്ട് കേട്ടോ. അത് പ്രമീള ബേക്കറിയിൽ മാത്രം കിട്ടുന്ന ഒരു മിക്സ്ചറാണ്. അതാണ് ഞങ്ങളുടെ പയ്യോളി മിക്സ്ചർ. പയോളി മിക്സ്ചർ ഒന്നല്ല കേട്ടോ, ഭയങ്കര സ്പൈസി മിക്സ്ചർ ആണ് ഞങ്ങളുടെ സിഗ്നേച്ചർ. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല. ഞാൻ അത് പ്രൊമോഷൻ കൊടുക്കല്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ പ്രൊമോഷൻ കിട്ടി വാങ്ങിക്കാൻ പോലെ. ഇനി എന്താ ഉള്ള ചിന്ന ഇതില്? ചായ അരിപ്പ. ചായപ്പൊടി അരിപ്പ. ചായപ്പൊടി ഞാൻ വേണ്ട. അമ്മയുടെ പുട്ടുകുറ്റി. പിന്നെ എന്റെ അമ്മയ്ക്ക് ഞാൻ പുട്ട് കഴിച്ചില്ല ഒരു സങ്കടമാണ്. കാരണം ഞങ്ങളുടെ അമ്മ ചെറുപ്പം മുതലേ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തന്നത് പുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് തള്ളുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ദേശീയ ഫുഡാണ് പുട്ട്. പുട്ടില്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഒരു ഇതില്ല. ഞങ്ങൾക്കെല്ലാം അമ്മയ്ക്ക് വിളിച്ച് എന്താ അച്ഛൻ കഴിച്ചേ? പുട്ട് എന്നാണ് കേൾക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പുട്ട് കിട്ടി. ഇനി ഇപ്പഴുണ്ടോ? ഉള്ളപ്പുണ്ട്. അതാണ് എനിക്ക് വന്നത്. ഇതൊക്കെ സൂരജിന്റെ ഫ്രണ്ടിന്റെ എന്തോ ആണത്. ഇതാണ് എടുക്കത്തെ. ഇത് ഇതിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതുവരെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചെന്നാണ്. പൊട്ടിക്കട്ടെ? ബർത്ത്ഡേക്ക് പൊട്ടിട്ടോ. അവനെ എവിടെ വെച്ചിരിക്കുന്നു? ഇനി മറ്റേ പറ്റി ഇതില്ല, ഞാൻ ഓർഡർ ചെയ്തത് ക്രീം. ഇതോ ചിന്ന? എന്താ അത്തർ സൂരജിന് ഒന്ന് അരുണുണ്ട്. ഇതോ? ഇതൊക്കെ ഞാൻ നിനക്ക് എടുത്തതാണ്. എനിക്ക് പക്ഷെ 2 ഫോട്ടോ എടുക്കണം അതിൽ, എന്നിട്ട് ഞാൻ നിനക്ക് തരാം. എനിക്ക് എടുത്തെന്നുള്ള പേരും കണ്ടീഷൻ സപ്ലൈ. ഇതെന്താ? ഇതൊരു ജംപ് സൂട്ടാ.
ഇത് ഞാൻ ഓർഡർ ചെയ്തതാ. ലിപ്പാം. ആ കോജിക് ആസിഡിന്റെ നല്ലതാണ്. ഞാൻ റിവ്യൂ ഉണ്ട്, ഞാൻ വെച്ച് വാങ്ങിച്ച് യൂസ് ചെയ്തേക്കാം. സൈലന്റ് ആയി വീഡിയോ. കൊള്ളാവോ? കുറച്ച് ടേസ്റ്റ് ചെയ്തൊക്കെ മിഠായി ഒന്നല്ലല്ലോ. ഭയങ്കര നമ്മൾ തിന്നല്ലോ. ഇത് അടുത്ത പട്ടി കഴിഞ്ഞോ? ഇതൊക്കെ എന്റെ സൺസ്ക്രീൻ. ഇത് ഇവന്റെ ഇതെന്റെ സ്പോട്ട് കറക്റ്റർ. ഇതാരുതാ? ഇതെന്റെ വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സിറം. ആഴ്ചത് വിഷ് കെയർ, കുറെ വിഷ് കെയർ ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കോമ്പ്. ഇങ്ങനത്തെ കോമ്പ് യൂസ് ചെയ്യുന്ന നല്ല മുടിക്ക്. 2 ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ദിൽഷ. അപ്പുറത്തുണ്ട്. ഞാൻ വാങ്ങിച്ചു കുറച്ച് വെച്ചിട്ടൊക്കെ. നീ അതായത് പൂട്ടിക്കട്ടെ, ഞാൻ അടുത്ത പൂട്ടിക്ക. പക്ഷേ ഈ അച്ചാറ് ഇതിങ്ങനെ എടുത്ത് നമുക്ക് നിലത്ത് വെക്കാം. കാരണം ലേറ്റ് ഉണ്ട് തന്നെ. ഇതെന്താ മോളെ ഇത്? ഇത് ഹെയർ സെറ്റ് ചെയ്യാൻ കൊണ്ടുവന്നു. അതെനിക്കാണോ? ഞാൻ ഹെയർ സെറ്റ് ചെയ്യാറില്ല. ഇതെന്തത്തെ എന്തായിരുന്നു ഇതിലും? അത് പൊടികളാന്ന് തോന്നുന്നു. മഞ്ഞൾ, മുളക്, പൊടി, മുളക് പൊടി. എല്ലാം കോഴിയുടെ സെയിം. കുറെ മിക്സ്ചറുകളുണ്ട്. എരു ബിസ്ക്കറ്റ്. എരു ബിസ്ക്കറ്റ്. ഇത് എന്റെ ഫേവറേറ്റ് ആ ഗൈസ്. പ്രമീള ബേക്കറിന്റെ വേറൊരു. ഇതൊക്കെ നീ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്ത സാധനമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വന്നില്ലേ സ്പെഷ്യൽ ആയിട്ട്? വേണ്ടായിരുന്നു. ഇത് ഇതാര് വാങ്ങിയതാ? ഇത് നീ വാങ്ങിച്ചത്? ഇത് ഞാനല്ല വാങ്ങിച്ചേ. ചിന്ന ഇത് ആര് വാങ്ങിച്ചതാ? നിന്റെ ഫ്രണ്ട്. ഇത് ഓ ഇതെന്റെ അല്ല. അതൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്താ? നിന്റെ കാമ. യു മൈറ്റ് ലൈക്ക് ദിസ് ലിപ്സ്റ്റിക്. ഇതിന്റെ ടെക്സ്ചറും സെഫോറ. വെരി ലൈറ്റ് വെയിറ്റ്. നല്ല ലൈറ്റ് കളറാ. വെരി ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെരി ലൈറ്റ്. ഇതിപ്പോ ചുണ്ടിലിട്ടേ അത് ദുബായിൽ പോയി വാങ്ങിച്ചു. ഓക്കെ, ഇതാ നീ നിനക്ക് വേണം. ഇത് അമ്മ വാങ്ങിച്ചത്. ബ്ലൗസ് അടിച്ചു. ഇവിടെ വെച്ചിട്ട് വെക്കും. ബ്ലൗസും വേണം നിനക്ക്? ചിന്നുന്റെ അല്ല, ഇതെന്റെ. നല്ല ഷർട്ടല്ലേ? തേൻമുട്ടായി. തേൻമുട്ടായി, ഉണ്ണിയപ്പം, നെയ്യപ്പം. നെയ്യപ്പം കൊറേ ഉണ്ടായിരുന്നു. പിന്നെ എത്താൻ ലേറ്റ് ആവൂലേ, അതുകൊണ്ട് എടുത്തില്ല. എടുക്കായിരുന്നു ചേച്ചി. ഇതെന്താ ജാഗിരി? ഞാൻ ചിന്നോട് പറഞ്ഞ എന്ത് കൊണ്ടതിലേക്ക് ജാഗിരി കൊണ്ടത്തരണം. എനിക്ക് കൊണ്ടതല്ലേ ചേച്ചി, എന്തിനാണ് ചാവുന്നത്? ഇട്ടോ കാൽ അങ്ങോ എന്റെ ഫേവറേറ്റ്. അതൊക്കെ കുറച്ച് കൊണ്ടാണ് വേഗം ചീത്തയാവും. അതൊക്കെ വേമേ കഴിച്ചു തീർത്തി. ഇന്നും നാളെയും കൊണ്ട് നമ്മളുണ്ടല്ലോ കഴിച്ചു വെക്കാൻ. ഇത് നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്തിന്റെ അനിയത്തിന്റെ ഷോപ്പില്ലേ? നിമ്മിന്റെ ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതും എനിക്ക് ഇത് കിട്ടിയതാ. മറ്റേ പട്ടിയില്ലാന്ന് തോന്നുന്നു. എന്ത് പണിയാ? 2 ഫോട്ടോ എടുത്തിട്ട് നീ എടുക്കും. ഓക്കെ, അത് H&M നല്ല രസമുണ്ട്. ഡ്രസ് ഒരു കുഞ്ഞു ബനിയൻ എടുത്താൽ മതി. ഈ ദിലു എനിക്ക് ഡ്രസ്സ് തരും, എന്നിട്ട് അവള് പറഞ്ഞു ഞാൻ ഒരു തവണ ഇട്ടിട്ട് നീ എടുത്തോ. എനിക്കറിയില്ല അതിനെന്താ ലോജിക്ക്. എല്ലാ ഡ്രസ്സ് ഇതെന്റെ ഇത് ഏച്ചി മോക്ക് കൊണ്ടുവന്നതാ, പക്ഷെ ഏച്ചി ഇട്ടിട്ട് മോക്ക് തരുള്ളൂ. എനിക്കറിയില്ല അതിന്റെ. അത് ഓഫ് ഷോൾഡറാ. ഇത് രണ്ടൂടെ അല്ലെ നമുക്ക്? അതിനിടണമെന്നില്ല നിനക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഇത് കുറെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് എല്ലാം കൂടെ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് ഇവർ എനിക്ക് വേണ്ടി കൊണ്ടു തന്നെ. പിന്നെ എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ ബർത്ത്ഡേ അന്ന് പൊളിക്കുന്നത്.
ബൈ ബൈ. ബൈ.